നമസ്കാരം. ഇപ്പോഴുള്ളത് ഈ പയ്യന്നൂർ കൊച്ചിയിലുള്ള വലിയപട്ടം ടൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ്. ഇത് കാണുന്നില്ലേ? ഇതിന് കഴിഞ്ഞ ദിവസം പൂട്ട് വീണിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ടൈൽസ് കമ്പനിയായിരുന്നു വലിയപട്ടം ടൈൽസ്. ഇത് അറിയാത്തവരായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാരുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 19 വർഷത്തെ പഴക്കം തന്നെ ഇതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നതല്ല, അങ്ങനെ തന്നെയാണ്. ആറോൺ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ സായിപ്പന്മാരൊക്കെ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ആളനക്കവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളൊക്കെ പണിയെടുത്തിരുന്ന സജീവതയുണ്ടായിരുന്ന ഒരു ഫാക്ടറിയാണ് ഈ വലിയ. അതിനാണ് ഇന്ന് പൂട്ട് വീണിരിക്കുന്നത്. ഇവിടെ 400-ലധികം ജീവനക്കാരുണ്ടായിരുന്ന ഒരു ഫാക്ടറിയാണിത്. ഇവിടെയൊക്കെ തന്നെ നിർമ്മാണം ഇപ്പം നിലച്ചിരിക്കുകയാണ്. കാരണം ഇതിന് പല കാരണങ്ങളുണ്ടാവാം. കാരണം തൊഴിലാളികളുടെ ലഭ്യതക്കുറവും അതേപോലെ അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യതക്കുറവും അതേപോലെ തന്നെ ഓട് വാങ്ങാൻ ആളില്ലാത്തതും ഒക്കെ തന്നെ ഇതിന് തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. കാരണം വലിയപട്ടം ടൈൽസ് എന്ന് പറഞ്ഞാൽ നിരവധി സ്വകാര്യ ടൈൽസ് കമ്പനികളൊക്കെ ഉണ്ടെങ്കിലും വലിയ ഒരു ലാൻഡ്മാർക്ക് തന്നെയായിരുന്നു വലിയപട്ടം ടൈൽസ് എന്ന് പറയുന്നതിൽ തർക്കമില്ല. അതിനാണ് ഇപ്പോൾ പൂട്ടി വീണിരിക്കുന്നത്. അതോടുകൂടി ഇതിലെ തൊഴിലാളികളും മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ ആശങ്കയിലാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇത് കാണുന്നില്ലേ? ഇതാണ് ഫാക്ടറി. ഇത് കണ്ടോ? ഇതാണ് അതിൻ്റെ ഫാക്ടറി കാണുന്നത്. ഇവിടെ നിന്നാണ് ഓട്. ഇത് കുറേ കാലമായി നിർമ്മാണം നിലച്ചിട്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇന്നലെയാണ് ഇതിന് പൂട്ട് വീണത്. കഴിഞ്ഞ ദിവസമാണ് പൂട്ട് വീണത്. ഇതുണ്ട്, ഇതിൻ്റെ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഇടങ്ങളൊക്കെയാണ് കാണുന്നത് അല്ലേ. ഇത് ബംഗ്ലാവാണ്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ബംഗ്ലാവാണെന്നാണ് പറയുന്നത്. സായിപ്പൊക്കെ താമസിച്ച ബംഗ്ലാവ്, അറൗണ്ടൊക്കെ മാനേജർമാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇതിന് കുറച്ച് കിട്ടുന്നില്ലേ ഇതിങ്ങനെ? ഇപ്പോൾ നമ്മൾ ഈ വലിയപട്ടം ടൈൽസ് 1947 സാന്ദ്രലബ്ധിക്ക് ശേഷം തുടങ്ങിയ സ്ഥാപനമാണ് ഈ വലിയപട്ടം ടൈൽസ് ആരോണിൻ്റെ. അത് ഇപ്പം പൂട്ട് വീണിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മോടൊപ്പം ഇതിൻ്റെ തൊഴിലാളി നേതാവും CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ PV കുഞ്ഞപ്പേട്ടനാണ് നമ്മളെ കൂടെയുള്ളത്. അദ്ദേഹത്തിന് ഈ വലിയപട്ടം ടൈൽസുമായി അടുത്ത ബന്ധമാണുള്ളത്. കാരണം വർഷങ്ങളായി തൊഴിലാളികളുടെ നേതാവായി ഇദ്ദേഹം പയ്യന്നൂരിലെ പല തൊഴിലാളി പ്രശ്നങ്ങൾക്കും ഇടപെടുകയും ഒക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ വലിയപട്ടം ടൈൽസിൻ്റെ ഈ പൂട്ടുവിഴലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. 1947 ആറോൻ്റെ നേതൃത്വത്തിലുള്ള വലിയപട്ടം ടൈൽസ് എന്ന് പറഞ്ഞ സ്ഥാപനം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിക്കുന്നത്. ഒരവസരത്തിൽ 345ഓളം തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. 16ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിന് പുറമെ അവിടെ ജോലി ചെയ്യുന്നത് 4 സെക്യൂരിറ്റി ജീവനക്കാരവിടെ നേരത്തെ ജോലി ചെയ്തിട്ട് ഉണ്ടായിരുന്നു. തൊഴിലാളികളുടെ മക്കളെ, ചെറിയ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഷ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആ വലിയപട്ടം ടൈൽസിനകത്ത് ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെയും കൊണ്ട് സ്ത്രീകൾ രാവിലെ പണിക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളെ ആ കഷയിലാക്കി അവിടെ ആയുണ്ട്. അവർ ഈ കുട്ടീനെ സംരക്ഷിക്കുകയും നോക്കുകയും ചെയ്യും. വൈകുന്നേരം തിരിച്ചു പോകുന്ന ദിവസത്തിൽ ആ കുട്ടിയെയും കൊണ്ട് അമ്മ പോവുകയും ചെയ്യും. ഈ ഒരു സംവിധാനം കൂടി വലിയപട്ടം ടൈൽസിനകത്ത് ഉണ്ടായിരുന്നു. നിയമപരമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി വന്നിരുന്ന പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനമായിരുന്നു വലിയപട്ടം ടൈൽസ് എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനം. സ്വാഭാവികമായിട്ടും ആ സ്ഥാപനത്തിൽ വലിയ തോതിൽ പ്രതിസന്ധി പല ഘട്ടങ്ങളിലായിട്ട് കടന്നു വരികയുണ്ടായി. ഓട് എന്ന് പറയുന്ന ആ സംവിധാനം പഴയകാലത്തൊക്കെ ധാരാളം ഓടിട്ട വീടുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇന്ന് അതിലെല്ലാം മാറ്റം വന്നു. അതിലെല്ലാം മാറ്റം വന്നു. വാർപ്പ് വീടുകളാണ് മിക്കവാറും. സിമൻറ്റും കമ്പി ഇതൊക്കെ ജില്ലയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാർപ്പ് വീടുകളാണ് മിക്കവാറും നമുക്കിന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. പഴയ കാലത്ത് അതായിരുന്നില്ല. ആ അവസരത്തിലാണ് ഓട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനം പയ്യന്നൂരിൽ വന്നത് എന്നതാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിനകത്തുള്ള തൊഴിലാളികൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊഴിലാളികൾക്ക് ബോണസ്, അവർക്ക് ഗ്രാറ്റുവിറ്റി, അതുപോലെ ഫോറൻ ഫണ്ട്, EFI,
ഉൾപ്പെടെയുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയിരുന്ന ഒരു സ്ഥാപനമാണ് വലിയവട്ടം ടൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിലുള്ള അവസരത്തിൽ കളിമൺ കിട്ടാത്തൊരു സാഹചര്യം വന്നു ചേർന്നു. വലിയ പ്രതിസന്ധിയായിരുന്നു ആ വ്യവസായത്തിനുള്ള അവസരത്തിൽ ഉണ്ടായത്. സാധാരണ പെരിങ്ങോം ഏരിയയിൽ നിന്നാണ് കളിമണ്ണ് ഇവിടെ കൊണ്ടുവന്നത്. പെരിങ്ങോം വയക്കരയിൽ നിന്നാണ് കളിമണ്ണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ആ കളിമണ്ണ് ഒരവസരത്തിൽ എടുക്കുന്നതിനെ സംബന്ധിച്ച് ആ പ്രദേശത്തിലെ ആളുകൾ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ഒരു നില വന്നു ചേർന്നു. അത് വന്നപ്പോഴാണ് ഒരു പ്രതിസന്ധി ആ ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നത്. അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതികളും മറ്റും ഇടപെട്ട് എത്രയാണോ കളിമണ്ണ് അവിടെ നിന്ന് എടുക്കുന്നത് അതിന് പകരം അവിടെ മറ്റ് മണ്ണുകൾ കൊണ്ടുപോയി അവിടെ നിറക്കും. അങ്ങനെ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ നിന്ന് കളിമണ്ണ് എടുക്കാനുള്ള സംവിധാനം എന്ന് പറയുന്നത് ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് ഇങ്ങോട്ട് ആ സ്ഥാപനം മോശമല്ലാത്ത നിലയിൽ നടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഓട് നിർമ്മാണ മേഖലയിൽ നിന്ന് പിന്നീട് മെല്ലെ അവർക്ക് മാറേണ്ടതായി വന്നു. ഇഷ്ടിക നിർമ്മിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നു. അതും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് ആ സ്ഥാപനം അടച്ചുപൂട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് ആറോം കമ്പനി എത്തിച്ചേരുന്ന നില എന്ന് പറയുന്നുണ്ടായത്. ഇപ്പോൾ ആ സ്ഥാപനത്തിനകത്ത് അടച്ചുപൂട്ടുന്ന അവസരത്തിൽ 18 തൊഴിലാളികളുണ്ടായിരുന്നു. 18 തൊഴിലാളികളും 3 സ്റ്റാഫും അതുപോലെ 2 സെക്യൂരിറ്റി ജീവനക്കാരും അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഇവിടെ പാപ്പിനിശ്ശേരിയുള്ള വലിയവട്ടം ടൈൽസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഈ മാറ്റം അംഗീകരിക്കാതെ പോകാൻ അവർ കഴിയില്ല. കാരണം തൊഴിൽ വേണമെങ്കിൽ പാപ്പിനിശ്ശേരിയിലേക്ക് പോയേ തീരൂ എന്നതാണ്. ഈ 18 തൊഴിലാളികളിൽ സ്ത്രീ തൊഴിലാളികളടക്കമുണ്ട്. അവർക്ക് യാത്രാക്കൂലി അനുവദിക്കണം എന്നൊരാവശ്യം യൂണിയൻ അവരുടെ മുമ്പാകെ ഉന്നയിക്കുകയുണ്ടായി. ഏറ്റവും അവസാനമായിട്ട് അവരുടെ യാത്രാ ചാർജ് എത്രയാണോ ആ സംഖ്യ അവർക്ക് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമയത്തിൽ പുലർച്ചെ 8 മണി എന്ന സമയത്തിൽ അതിലും ചെറിയ മാറ്റം വേണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ മാറ്റവും വലിയവട്ടം ടൈൽസ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ തൊഴിലാളി ഫാക്ടറി പൂട്ടിയെങ്കിൽ കൂടി തൊഴിലാളികളുടെ അവസ്ഥയ്ക്ക് യൂണിയനുകൾ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. എങ്കിലും പയ്യന്നൂരിൽ പ്രൗഢിയോടെ തലപ്പക്കത്തോടെ നിലനിന്നിരുന്ന ഒരു വ്യവസായ സ്ഥാപനം കൂടി വിസ്മൃതിയിലേക്ക് മറയുമ്പോൾ പയ്യന്നൂർക്കാർക്ക് പറഞ്ഞു വെക്കാൻ വലിയ വട്ടം ടൈൽസ് ഓർമ്മയിലേക്ക് മറയുകയാണ്.